Attention of passengers, train number 206. Hello, there are 3 people from Kannur, Mr. MP, Mr. SV and Mr. CH. Please show your tickets. അത് നോക്ക്, അയാൾ നല്ലൊരു വിശ്വാസിയായിരിക്കാം, പക്ഷേ ആ വഴിയിൽ തടസ്സമുണ്ടാക്കി നിസ്കരിക്കുന്നതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തെറ്റാണ്. മറ്റൊരാളെയോ സമൂഹത്തിന്റെയോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും ഇസ്ലാം അനുവദീയമല്ല. ഖുർആന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് തെറ്റാണ്. ഇസ്ലാമിൽ സാമൂഹിക നീതി അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ആണെങ്കിൽ ബാങ്ക് വിളി പോലെ ഉള്ള പ്രാർത്ഥന രീതികൾ ഒരു പബ്ലിക് ഒഫൻസ് തന്നെ അല്ലേ? ഇന്ത്യ പോലുള്ള വിവിധ മതക്കാർ ഉള്ള ഒരു രാജ്യത്തു ഇങ്ങനെ ഉള്ള നിബന്ധനകൾ നടക്കുമോ എന്നറിയില്ല. പല മുസ്ലിം രാജ്യങ്ങളിൽ പോലും ചില സ്ഥലങ്ങളിൽ വളരെ ചെറിയ ശബ്ദത്തിൽ മാത്രമേ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താണ് ഈ 5 നേരത്തെ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമസ്കാരത്തിലൂടെ മനുഷ്യൻ ലഭിക്കുന്നത് എന്താണെന്ന് ഖുർആൻ പറയുന്ന ചുരുക്കം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ദൈവവുമായുള്ള ബന്ധം ശക്തമാക്കുന്നു. നമസ്കാരം നീച കാര്യങ്ങളെയും നിഷിദ്ധ കാര്യങ്ങളെയും ചെറുക്കുന്നു. ഹൃദയത്തിന് സമാധാനം നൽകുന്നു. ദൈവത്തിന്റെ കരുണയും വിജയവും ഉണ്ടാവും. Passengers from Calicut, Abdullah Abu Bakr and Dr. Saima. സർ, എന്താണ് ചില മതപണ്ഡിതന്മാർ പുരോഹിത മുടി കൈവശമുണ്ടെന്നും അത് നീളം വയ്ക്കുന്നു എന്നും പറയുന്നു. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇസ്ലാമിൽ അത്തരം രീതികളെ പിന്തുടരുന്നതിന് മതപരമായ ഒരു അടിസ്ഥാനവുമില്ല. അതിനാൽ അത് ഇസ്ലാം വിരുദ്ധം എന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. മുടിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചരിത്രവും ഇസ്ലാമിലില്ല. അത് മതവിശ്വാസവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഹലോ, ഞാൻ ഡോക്ടർ സൈമ. നമ്മൾ മെഡിക്കൽ സയൻസിൽ പഠിച്ചത് മുടി, നഖം മുതലായവ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു കോശവും വരളുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രസ്താവന ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നബി ഒരു സാധാരണ മനുഷ്യൻ അല്ല. അതിൽ നിന്നും എത്രയോ ഉയരത്തിലാണ്. നബിയുടെ ഭൗതിക ശരീരം അതുപോലെ തന്നെ മദീനയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സയൻസ് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതും അംഗീകരിക്കേണ്ടി വരും. എന്റെ ചോദ്യം, എല്ലാവർക്കും ഏക ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ. പ്രപഞ്ചം നമ്മുടെ ബുദ്ധിക്ക് അധീനമാണ്. അപ്പോൾ മുൻപ് വന്ന പ്രവാചകമാർക്ക് കൊടുക്കാത്ത ഒരു ഇളവ് സ്ത്രീകളുടെ കാര്യത്തിൽ എന്തിനു നബിക്ക് കൊടുത്തു? മാത്രമല്ല, ആ കാര്യം ഖുർആനിൽ പരാമർശിച്ച അത് മറ്റു മതക്കാർക്ക് തെറ്റായ സന്ദേശം നൽകില്ലേ? നബിക്ക് നൽകിയ പ്രത്യേക നിയമങ്ങൾ മാനവികത, സാമൂഹിക മാറ്റം, സ്ത്രീകളുടെ ക്ഷേമം എന്നിവക്കായി നാട്ടിലെ സാഹചര്യങ്ങളിൽ പെട്ടതാണ്. പ്രത്യേകിച്ചാണ് സത്യമനുസരിച്ച് വായിച്ചാൽ ഇത് ദൈവത്തിന്റെ നീതിയും മനുഷ്യർക്കുള്ള പരിഗണനയും വ്യക്തമാക്കുന്നു. തെറ്റായ സന്ദേശം നൽകുന്ന കാര്യം വായനക്കാരന്റെ മനോഭാവത്തിനാണ്. ഇത് മറ്റു മതങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്ന കാര്യം മനുഷ്യരുടെ തെറ്റായ വ്യാഖ്യാനത്താൽ മാത്രം സംഭവിക്കാം. ഖുർആന്റെ സന്ദേശം സ്വയം സത്യവും നീതിപരവുമാണ്. വിശ്വാസത്തെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ദൈവവിശ്വാസത്തിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ വിശ്വാസവും മറ്റും മൂന്നാമതൊരാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അയാൾക്കു അയാളുടെ വിശ്വാസമായി മുന്നോട്ടു പോവാം. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് പങ്കിടാൻ ഒരു സ്ഥലം. കുറെ പേർ അതിന്റെ ശക്തിയിൽ ജീവിക്കുന്നവർ ഉണ്ട്. നമ്മളെന്തിനാണ് അവരെ പുച്ഛിക്കാനും കളിയാക്കാനും പോകുന്നത്? ഒരു പള്ളിയിലോ വല്ല ക്ഷേത്രത്തിലോ പോയാൽ അവർക്ക് ഒരു സമാധാനം കിട്ടുന്നെങ്കിൽ അവർ അത് ചെയ്തോട്ടെ. From Trissa, there are 2 passengers, Mr. Faisal and Mr. Ramakrishnacharya. വിശുദ്ധ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവവചനങ്ങൾ ആണെന്ന് പറയുന്നു. അത് എങ്ങനെയാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുക? ഭാഷാ അദ്ഭുതം. ഇത്രയും അത്യുത്തമമായ ഒരു ഗ്രന്ഥം ഒരു സാഹിത്യകാലത്തും ആർക്കും രചിക്കാനായിട്ടില്ല. ശാസ്ത്രീയ ചരിത്രസത്യങ്ങൾ, ആ പ്രാചീന കാലത്തു അറിയാത്ത കാര്യങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഭ്രൂണവികാസം, സമുദ്രങ്ങളുടെ വേർതിരിവ് മുതലായവ ഖുർആൻ സൂചിപ്പിച്ചു.
അക്ഷരജ്ഞാനം ഇല്ലാത്ത നബിയിലൂടെ ഇത്ര മഹാഗ്രന്ഥം വന്നത് മനുഷ്യശേഷിക്ക് അതീതം. 1500 വർഷമായി ഒരക്ഷരം പോലും മാറാതെ നിലനിൽക്കുന്നു. ഖുർആനിൽ ഒരു ഇന്റേണൽ മിറക്കിളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എവ്രി സിംഗിൾ ഹ്യൂമൻ ബീങ് ആസ് എ യുണീക്ക് ബയോളജിക്കൽ ഐഡന്റിറ്റി കോഡ്. ദാറ്റ് മീൻസ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത 6-ാം നൂറ്റാണ്ടിലേക്ക് വന്നിട്ട് ഖുർആൻ ഈ ഒരു ബയോളജിക്കൽ സീക്രട്ട് റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അൾട്ടിമേറ്റ് റിവീലേഷനാണ്. നമ്മൾ അങ്ങനെയല്ല എന്ന് വാശി പിടിച്ചിട്ടോ വിമർശിച്ചിട്ടോ യാതൊരു കാര്യമില്ല. എൻ്റെ ചോദ്യം ഇതാണ്: 1500 വർഷം മുമ്പ് ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ലാത്തൊരു കാലത്ത്, ഇന്നോവേഷൻസ് ഇല്ലാത്തൊരു കാലത്ത്, ഇന്നത്തെ ടെലസ്കോപ്പോ സാറ്റലൈറ്റോ ആസ്ട്രോഫിസിക്സോ ഒന്നുമില്ലാത്തൊരു കാലത്ത്, ഈവൻ മനുഷ്യൻ്റെ ഒബ്സർവേഷൻ കപ്പാസിറ്റി പോലും ലിമിറ്റഡ് ആയിരുന്ന ഒരു കാലത്ത് ആരായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്ന് സയന്റിഫിക്കലി പ്രൂവൻ ചെയ്തിട്ടുള്ള ഈ ഒരു റിയാലിറ്റിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? ഖുറാനിൽ മനുഷ്യന്റെ കൈ കടത്തലുകൾ ഉണ്ടായിട്ടില്ലെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഖുറാൻ തന്നെ ഉറപ്പ് നൽകുന്നു. പ്രവാചകൻ ആ കാലത്ത് തന്നെ ഖുറാൻ വായിച്ച് മനസ്സിലാക്കി, മനഃപ്പാഠമാക്കി, എഴുതി സൂക്ഷിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ ആ കാലത്തും ഇന്നും ഖുറാൻ മുഴുവനും മനഃപ്പാഠമാക്കിയവരുണ്ട്. ആയതിനാൽ ഒരിക്കലും തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല എന്ന് തീർത്തു പറയാം. ഇത്രയും വലിയ മറ്റൊരു ഗ്രന്ഥവും മനുഷ്യന് ഇതുപോലെ മനഃപ്പാഠമാക്കാൻ കഴിയും. Shahana's from Ernakulam, please. ആ സ്ത്രീ എന്താണ് മുഖം മറക്കാതെ അവിടെ ഇരിക്കുന്നത്? ഉസ്താദെ, മുഖം മറക്കുന്നതും മറക്കാതിരിക്കുന്നതും ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. ഇസ്ലാം ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. മുഖവും കൈയും കാണിക്കുന്നത് തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പണ്ട് അറബികൾ മുഖം പല വിധത്തിൽ മറച്ചിരുന്നു. അത് അന്ന് ഓരോ ഗോത്രക്കാരെയും തിരിച്ചറിയാൻ വേണ്ടിയും പൊടിക്കാറ്റ് ഏൽക്കാതിരുന്നതിനുമായിരുന്നു. മുഴുവൻ സൂക്തങ്ങളും ഒരു അശരീരി പോലെ ആണ് നബിക്ക് എത്തിച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്നു. ഇത്രയും വലിയ ഒരു ഗ്രന്ഥം അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണ്. അതിന് ഞാൻ ഉത്തരം പറയാം. വിസ്പേർഡ് നോളജ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കേണ്ടത്. ആരാണ് ശബ്ദമുഖാന്തരം നോളജ് പറഞ്ഞു കൊടുത്തത്? ഒരു പക്ഷേ നമ്മൾ പറയുന്ന അശരീരി ആയിരിക്കും അത്. അങ്ങനെയാണ് ഉപനിഷത്തുകളും വേദങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാവും ഖുറാൻ സൂക്തങ്ങളും. ഖുറാൻ ഒരു അശരീരി ഒരുമിച്ച് കൈമാറി തന്നതല്ല, മറിച്ച് 23 വർഷം കൊണ്ട് പല രീതികളിലൂടെ ഘട്ടം ഘട്ടമായി നബിയിലേക്ക് എത്തി. അതുകൊണ്ടാണ് അത് സാമാന്യ ബുദ്ധിക്ക് പൊരുത്തപ്പെടുന്നതും സമൂഹത്തിന് പ്രായോഗികവുമാണ്. തിരുവനന്തപുരം സെൻട്രൽ നിങ്ങളെ സ്വാഗതം ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ നിങ്ങളെ സ്വാഗതം ചെയ്യും. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരുടെ കൂടെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് TT എന്ന് പറയാണ്, ഇയാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോണം, അതുവരെ ടിക്കറ്റ് ഉള്ളൂ എന്ന്. ഒരു സ്റ്റോപ്പിലേക്കുള്ള ദൂരം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുമ്പോൾ ഉള്ള ഒരു ഷോക്ക്, അത് വല്ലാത്തൊരു ഫീലാണ്.